ഓട്ടോഗ്രാഫ് പരമ്പരയിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതയായി മാറിയതാണ് ശ്രീകുട്ടി. പരമ്പരയുടെ ക്യാമറമാനാണ് ശ്രീകുട്ടിയെ ജീവിതസഖിയാക്കിയത്. തമാശയായി തുടങ്ങിയ പ്രണയം സീരിയസ് ആയി മാറുകയായിരുന്നു. പ്രായവ്യത്യാസമൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വില്ലനെ അല്ല എന്ന് ശ്രീകുട്ടി പറഞ്ഞിരുന്നു. ശ്രീകുട്ടിയും മകൾ വേദയും യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട്. അപ്പോഴെല്ലാം ഭർത്താവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരാറുണ്ട്. അദ്ദേഹത്തിന് വീഡിയോകളിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ വർക്കുകളുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലായിരിക്കും മിക്കപ്പോഴും. ഫ്രീ ടൈം കിട്ടുമ്പോൾ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതിനാൽ നിർബന്ധിച്ച് വീഡിയോകളിലേക്ക് ഇരുത്താറില്ലെന്നും ശ്രീകുട്ടി പറഞ്ഞിരുന്നു. കുടുംബസമേതമായി മലേഷ്യയിലേക്ക് പോയതിന്റെ ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീകുട്ടി പങ്കുവച്ചത്. ഇത് അടിപൊളിയായല്ലോ, സൂപ്പർ, ഹാപ്പി ജേർണി തുടങ്ങിയ നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെയുള്ളത്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കുടുംബസമേതമായി മലേഷ്യയിൽ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇവരെന്ന് ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. യാത്രയിലാണെങ്കിലും യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ ശ്രീകുട്ടി പോസ്റ്റ് ചെയ്തിരുന്നു. കണ്ടന്റ് ക്രിയേഷൻ എന്റെ ജോലിയാണ്. എന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ആ വരുമാനത്തിൽ നിന്നുമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ മുടങ്ങുമെന്നായിരുന്നു ഇടയ്ക്ക് ശ്രീകുട്ടി പറഞ്ഞത്. ജീവിതമാർഗമാണ് കണ്ടന്റ് ക്രിയേഷൻ. ഡെയിലി വ്ലോഗ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർ മാത്രം തന്റെ വീഡിയോ കണ്ടാൽ മതിയെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. പോസിറ്റീവായിട്ടുള്ള കമന്റുകളും വിമർശനങ്ങളുമെല്ലാം എന്നും സ്വീകരിക്കും. എന്നാൽ വീഡിയോയ്ക്ക് താഴെ അനാവശ്യ കമന്റുകൾ നടത്തുന്നത് സഹിക്കാനാവില്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. പറയുന്നവരുടെ ഉദ്ദേശവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന സമയത്തും നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ച് ചിലർ എത്തിയതോടെയായിരുന്നു ശ്രീകുട്ടി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇടക്കാലത്ത് വീഡിയോകളിലൊന്നും ഭർത്താവിനെ കാണാതെ വന്നതോടെയായിരുന്നു നിങ്ങൾ പിരിഞ്ഞു എന്ന തരത്തിൽ ചർച്ചകൾ നടന്നത്. അദ്ദേഹത്തെ കൂടെ കണ്ടില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ പിരിഞ്ഞു എന്ന ചോദ്യങ്ങൾ വരും. ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ കൂടിയും വീഡിയോ എടുക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അവിടെ നിന്നും മാറും. പലതവണ പറഞ്ഞ കാര്യമാണെങ്കിലും അദ്ദേഹത്തിനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു എന്നാണ് ചോദിക്കാറുള്ളതെന്നും ശ്രീകുട്ടി പറഞ്ഞിരുന്നു. ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.